ദൈവം മനുഷ്യരെ രക്ഷിക്കുവാനായി തൻ്റെ പുത്രനെ ഈ ലോകത്തിലേക്ക് അയച്ചു. പുത്രനായ യേശു കർത്താവ് തൻ്റെ രക്തം ചൊരിഞ്ഞ് ഈ ലോകത്തിലും വരാനിരിക്കുന്ന ലോകത്തിലും നമുക്കായി രക്ഷയൊരുക്കി. ആ രക്ഷയുടെ സന്ദേശം അനേകം ദൈവദാസന്മാർ സ്വന്തം ജീവൻ തൃണവൽഗണിച്ച് നമ്മുടെ ദേശത്തും എത്തിച്ചു. ആ സ്നേഹം നാം തിരിച്ചറിഞ്ഞു. ആ രക്ഷ നാം സ്വന്തമാക്കി. സാക്ഷികളുടെ വലിയൊരു സമൂഹം നമ്മെ ചുറ്റി നിലകൊള്ളുന്നു. പക്ഷേ ഇത്ര വലിയ രക്ഷയെ ഗണ്യമാക്കാതെ ഇന്നത്തെ സമൂഹത്തിൽ എന്തൊക്കെയാണ് നടക്കുന്നത്? സ്നേഹബന്ധങ്ങൾക്കു വേണ്ടിയും വിവാഹ ആലോചനകൾക്കു വേണ്ടിയും പലരും വിശ്വാസം ത്യജിക്കുന്നു. സ്ഥാനമാനങ്ങൾക്കു വേണ്ടി കർത്താവിനെ തള്ളിപ്പറയുന്നു. ഇങ്ങനെ എത്രയോ കാര്യങ്ങൾ. നാളെ നിങ്ങളുടെ എല്ലാ പ്രതീക്ഷകളും തകരുമ്പോൾ, എല്ലാം നഷ്ടപ്പെട്ട ശേഷം നിങ്ങൾ ദൈവത്തെ വിളിക്കുമ്പോൾ എന്തായിരിക്കും സംഭവിക്കുക? യെശയ്യാ പ്രവാചകൻ പറഞ്ഞിരിക്കുന്നത് കേൾക്കുക. രക്ഷിപ്പാൻ കഴിയാതെ വണ്ണം യഹോവയുടെ കൈ കുറുകിയിട്ടില്ല, കേൾപ്പാൻ കഴിയാതെ വണ്ണം അവൻ്റെ ചെവി മന്ദമായിട്ടുമില്ല. നിങ്ങളുടെ അകൃത്യങ്ങളത്രേ നിങ്ങളെയും നിങ്ങളുടെ ദൈവത്തെയും തമ്മിൽ ഭിന്നിപ്പിച്ചിരിക്കുന്നത്. നിങ്ങളുടെ പാപങ്ങളത്രേ അവൻ കേൾക്കാതെ വണ്ണം അവൻ്റെ മുഖം നിങ്ങൾക്ക് മറയ്ക്കുവാൻ കാരണമായിരിക്കുന്നത്. പ്രിയമുള്ളവരെ, ഇത്ര വലിയ രക്ഷയെ തള്ളിക്കളയരുത്. ഒരു കാര്യത്തിനു വേണ്ടിയും നിങ്ങളുടെ വിശ്വാസം ത്യജിക്കരുത്. കർത്താവിനോട് വിശ്വസ്തരായി നിലനിൽക്കുക.